وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. ദൈവപ്രീതിക്കായി ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചാൽ അത് നിറവേറ്റുക. വഴിക്ക് വെച്ച് നിങ്ങൾ തടയപ്പെട്ടാൽ അപ്പോൾ സാധ്യമായ ബലി നിർവഹിക്കുക. ബലിമൃഗം അതിന്റെ സ്ഥാനത്ത് എത്തിച്ചേരുന്നതുവരെ നിങ്ങൾ തലമുണ്ഡനം ചെയ്യരുത്. ഇനി ഒരാൾക്ക് രോഗം മൂലമോ ശിരസിലെ കീടബാധ മൂലമോ മുണ്ഡനം ചെയ്യേണ്ടി വന്നാൽ അയാൾ പ്രായശ്ചിത്തമായി വ്രതമനുഷ്ഠിക്കുകയോ ധർമ്മം ചെയ്യുകയോ ബലിയറുക്കുകയോ ചെയ്യേണ്ടതാകുന്നു. പിന്നീട് നിങ്ങൾ സുരക്ഷിതരായി ഹജ്ജ് ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിലെത്തിയാൽ വേണമെങ്കിൽ ഉംറ ചെയ്ത് ഇഹ്റാമിൽ നിന്ന് മുക്തനാവാം. ഹജ്ജുകാലം വരെ സൗകര്യം അനുഭവിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ സാധ്യമായ ബലി നൽകേണ്ടതാകുന്നു. ബലി സാധ്യമായില്ലെങ്കിലോ അപ്പോൾ 3 ഹജ്ജ് വേളയിലും 7 വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവുമായി 10 നോമ്പുകൾ തികച്ച് അനുഷ്ഠിക്കേണ്ടതാകുന്നു. മസ്ജിദുൽ ഹറാമിന്റെ സമീപവാസികളല്ലാത്തവർക്കാണ് ഈ ആനുകൂല്യം. അല്ലാഹുവിന്റെ ഈ നിയമങ്ങൾ ലംഘിക്കാതിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കുക. അറിയുവിൻ, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. മുമ്പോട്ടു പോവുക അസാധ്യമായി തീരുന്ന വല്ല കാരണവും വഴിമധ്യേ സംഭവിക്കുകയും യാത്ര മുടങ്ങുകയും ചെയ്യുന്ന പക്ഷം ആട്, മാട്, ഒട്ടകം എന്നിവയിൽ ലഭ്യമായത് അല്ലാഹുവിന് ബലി കഴിക്കുക. ബലിമൃഗം അതിന്റെ സ്ഥാനത്തെത്തുക എന്നതിന്റെ ഉദ്ദേശ്യം എന്തെന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഹനഫി ഫുഖഹായിന്റെ അഭിപ്രായത്തിൽ ഹറം മസ്ജിദുൽ ഹറാമും നിശ്ചിതമായ പരിസര പ്രദേശവുമാണ്. അതായത് വഴിമധ്യേ യാത്ര നിർത്തേണ്ടി വരുന്ന പക്ഷം തനിക്ക് വേണ്ടി ഹറമിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ബലി നടത്താനായി ബലിമൃഗത്തെയോ അതിന്റെ വിലയോ അങ്ങോട്ട് കൊടുത്തയക്കണം. എന്നാൽ ഇമാം മാലിക്കിന്റെയും ഇമാം ഷാഫിഈയുടെയും അഭിപ്രായത്തിൽ തടസ്സം നേരിട്ട സ്ഥലത്ത് ബലി കഴിക്കുക എന്നാണ് വിവക്ഷ. ബലി കഴിക്കുന്നതുവരെ തലമുടി കളയാൻ പാടില്ല. കീടബാധ മൂലം മുടിവടിക്കാൻ നിർബന്ധിതരാകുന്ന തീർത്ഥാടകർ 3 ദിവസം വ്രതമനുഷ്ഠിക്കുകയോ 6 ദരിദ്രർക്ക് ആഹാരം നൽകുകയോ 1 ആടിനെയെങ്കിലും അറുക്കുകയോ ചെയ്യാനാണ് നബി തിരുമേനി കൽപ്പിച്ചിട്ടുള്ളത്. ഫഇദാ അമിൻതും, നിങ്ങൾ സുരക്ഷിതരായാൽ എന്നതിന്റെ വിവക്ഷ വഴിമധ്യേ യാത്ര നിർത്തിവെക്കാൻ നിങ്ങൾ നിർബന്ധിതരാക്കിയ കാരണങ്ങൾ അവസാനിച്ചാൽ എന്നാണ്. അന്നത്തെ കാലത്ത് ഹജ്ജിന്റെ മാർഗം തടയപ്പെടുന്നതിനും ഹാജിമാർ യാത്ര നിർത്തിവെക്കുന്നതിനും മിക്കവാറും കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളായ അറബി ഗോത്രങ്ങളുടെ ആക്രമണങ്ങളായിരുന്നു. അതുകൊണ്ടാണ് മുൻവാക്യത്തിൽ നിങ്ങൾ തടയപ്പെട്ടാലെന്നും ഇവിടെ നിങ്ങൾ സുരക്ഷിതരായാൽ എന്നുമുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. തടയപ്പെടുക എന്നതിന്റെ നിർവചനത്തിൽ ശത്രുവിന്റെ അക്രമങ്ങൾക്ക് പുറമെ മറ്റു വല്ല തടസ്സവും പെടുന്നതുപോലെ സുരക്ഷിതത്വം പ്രാപിക്കുക എന്നതിൽ എല്ലാതരം തടസ്സങ്ങൾ നീങ്ങുന്നതും ഉൾപ്പെടുന്നുണ്ട്. ഹജ്ജ് ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിലെത്തിയാൽ വേണമെങ്കിൽ ഉംറ ചെയ്ത് ഇഹ്റാമിൽ നിന്ന് മുക്തമാകാം എന്ന വാക്യം ഒരു ജാഹിലി വിശ്വാസത്തിന്റെ നിഷേധമാണ്. ഒരേ യാത്രയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നത് മഹാപാപമാണെന്ന് ജാഹിലിയ കാലത്തെ അറബികൾ ധരിച്ചിരുന്നു. ഹജ്ജിനും ഉംറയ്ക്കും പ്രത്യേകം യാത്ര ചെയ്യണമെന്ന് അവർ സ്വന്തമായി ഒരു നിയമം നിശ്ചയിച്ചിരുന്നു. ഈ നിബന്ധന അല്ലാഹു എടുത്തുകളയുകയും ഒരേ യാത്രയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ മീഖാത്തിന്റെ അതിർത്തിക്കുള്ളിൽ താമസമാക്കിയവർക്ക് ഈ അനുവാദം ബാധകമല്ല. കാരണം അവർക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേറെ വേറെ യാത്ര ചെയ്യുന്നത് വിഷമകരമല്ലല്ലോ.
ഹജ്ജ് കാലം വരെ സൗകര്യം അനുഭവിക്കുക എന്നാൽ ഉംറ നിർവഹിച്ച ശേഷം ഇഹ്റാമിൽ നിന്ന് മുക്തമാകുക എന്നാണ് അർത്ഥം. ഇഹ്റാമിന്റെ അവസ്ഥയിലുള്ള നിരോധങ്ങളിൽ നിന്നും നിബന്ധനകളിൽ നിന്നും ഒഴിവാകുകയാണ് തഹല്ലുൽ അഥവാ ഇഹ്റാമിൽ നിന്നുള്ള മുക്തി. ഹജ്ജ് ദിവസങ്ങൾ വരുമ്പോൾ പുതുതായി ഇഹ്റാം ചെയ്യണം. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ഹജ്ജിന്റെ മാസങ്ങൾ സർവരാലും അറിയപ്പെട്ടതാകുന്നു. ഈ നിർണിത മാസങ്ങളിൽ ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചവർ ഹജ്ജ് വേളയിൽ സ്ത്രീ സംസർഗവും പാപവൃത്തികളും വാക്കേറ്റങ്ങളും വർജിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കട്ടെ. നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഏതൊരു ധർമ്മവും അല്ലാഹു അറിയുന്നുണ്ട്. ഹജ്ജ് യാത്രയ്ക്കുള്ള പാഥേയങ്ങൾ വഹിച്ചുകൊള്ളുക. എന്നാൽ സർവോത്കൃഷ്ടമായ പാഥേയം ദൈവഭക്തിയത്രേ. ബുദ്ധിമാന്മാരെ, എന്നെ ധിക്കരിക്കുന്നത് സൂക്ഷിക്കുവിൻ. ഹജ്ജിനോ ഉംറയ്ക്കോ ഇഹ്റാം ചെയ്തവർക്ക് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംയോഗം മാത്രമല്ല നിരോധിക്കപ്പെട്ടിട്ടുള്ളത്, ലൈംഗിക വികാരം പ്രകടമാകുന്ന സംഭാഷണങ്ങൾ പോലും വർജിക്കേണ്ടതാണ്. കുറ്റകരമായ പ്രവൃത്തികൾ സ്വതവേ നിഷിദ്ധമാണെങ്കിലും ഇഹ്റാമിന്റെ അവസ്ഥയിൽ അവയുടെ ഗൗരവവും നിഷിദ്ധതയും 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഇഹ്റാമിലുള്ളവർ ആരോടും കയർത്ത് സംസാരിക്കുന്നത് അനുവദനീയമല്ലെന്നാണ് വാക്കേറ്റം വർജിക്കാൻ കൽപ്പിച്ചതിന്റെ താൽപര്യം. ഹജ്ജ് യാത്രയ്ക്ക് യാത്രോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് പുറപ്പെടുന്നത് കേവലം ലൗകികമായ കാര്യമായിട്ടാണ് ജാഹിലിയ കാലത്ത് ജനങ്ങൾ ധരിച്ചിരുന്നത്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഭൗതിക വിഭവങ്ങളൊന്നുമില്ലാതെ സഞ്ചരിക്കുകയാണ് മതഭക്തന്മാർ ചെയ്യേണ്ടത് എന്ന ധാരണയെ ഖണ്ഡിക്കുകയാണിവിടെ. യാത്രോപകരണങ്ങൾ കൂടെ എടുക്കാതിരിക്കുന്നത് പുണ്യകർമ്മമല്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തിയും അവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നതിലുള്ള സൂക്ഷ്മതയും ജീവിതത്തിന്റെ പരിശുദ്ധിയുമാണ് പുണ്യം. സ്വഭാവം സംസ്കരിക്കാതിരിക്കുകയും അള്ളാഹുവെ ഭയപ്പെടാതെ ദുഷ്കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാൾ യാത്രോപകരണങ്ങൾ എടുക്കാതെ ബാഹ്യമായി വിശുദ്ധി ചമയുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുവഴി സ്രഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും മുമ്പിൽ നിന്ദ്യനായി തീരുകയേ ഉള്ളൂ. ഏതൊരു മതകർമ്മം നിർവഹിക്കാനായി യാത്ര ചെയ്യുന്നുവോ അതിനെ കൂടി അവഹേളിക്കുകയാണവൻ. നേരെ മറിച്ച് അള്ളാഹുവെക്കുറിച്ച് ഭയഭക്തി ഹൃദയത്തിൽ അടിയുറയ്ക്കുകയും സ്വഭാവചര്യകൾ നല്ലതായിരിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവത്തിങ്കൽ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, സൃഷ്ടികളുടെ ആദരവും ലഭിക്കുന്നു. ഹജ്ജ് തീർത്ഥാടനത്തിൽ പാഥേയം കൂടെ കൊണ്ടുപോകുന്നത് ഒരു നിലയ്ക്കും അതിന് തടസ്സമാവുകയില്ല. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. ഹജ്ജിനോടൊപ്പം നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹം തേടുക കൂടി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അറഫായിൽ നിന്ന് പുറപ്പെട്ടാൽ മശ്അറുൽ ഹറാമിനടുത്ത് മുസ്ദലിഫയിൽ തങ്ങി അള്ളാഹുവിനെ സ്മരിക്കുവിൻ. അവൻ നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എപ്രകാരമാണോ അപ്രകാരം സ്മരിക്കുവിൻ. ഇതിനു മുമ്പ് നിങ്ങൾ വഴിപിഴച്ചവരായിരുന്നുവല്ലോ. പ്രാചീന അറബികൾ ഹജ്ജ് യാത്രയിൽ ഉപജീവനാർത്ഥം വല്ല ജോലിയും ചെയ്യുന്നത് നിഷിദ്ധമായി കണക്കാക്കിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതാവശ്യങ്ങൾക്കായി ജോലി ചെയ്യുക അവരുടെ ദൃഷ്ടിയിൽ ഐഹിക കാര്യമായിരുന്നു. അതിനാൽ ഹജ്ജ് പോലുള്ള ഒരു മതകർമ്മത്തിനിടയ്ക്ക് ജോലിയിലേർപ്പെടുന്നത് അവർ നിന്ദ്യമായി കരുതി. അവരുടെ ധാരണയെ ഖണ്ഡിച്ചുകൊണ്ട് ഉണർത്തുകയാണിവിടെ. ദൈവഭക്തനായ മനുഷ്യൻ ദൈവത്തിന്റെ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിന് വകയുണ്ടാക്കാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ രക്ഷിതാവിന്റെ അനുഗ്രഹം തേടുകയാണ് അവൻ ചെയ്യുന്നത്. അവൻ കൽപ്പിച്ചിട്ടുള്ളത് പ്രകാരം അവനെ സ്മരിക്കുവിൻ എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. ജാഹിലിയ കാലത്ത്
നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളിൽ കലർത്തിയിരിക്കുന്ന ശിർക്ക് പരവും അന്ധവിശ്വാസപരവുമായ അനുഷ്ഠാനങ്ങളെല്ലാം കൈവെടിയുക. ഇനി മുതൽ അള്ളാഹു നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശത്തിനൊത്ത് ശിർക്കിന്റെ കലർപ്പില്ലാത്ത വിധത്തിൽ ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്യുക. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. പിന്നീട് ആളുകളെല്ലാം മടങ്ങുന്നത് എവിടെ നിന്നാണോ അവിടെ നിന്നു തന്നെ നിങ്ങളും മടങ്ങുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുവിൻ. അള്ളാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നിവരുടെ കാലം തൊട്ട് അറബികളിൽ പൊതുവെ അറിയപ്പെട്ടിരുന്ന ഹജ്ജ് സമ്പ്രദായം ഇതായിരുന്നു. ദുൽഹജ്ജ് മാസം 9 എല്ലാവരും മിനായിൽ നിന്ന് അറഫായിലേക്ക് പോവുക. അനന്തരം അവിടെ നിന്ന് മടങ്ങി 10-ാം രാത്രി പ്രഭാതം വരെ മുസ്ദലിഫായിൽ താമസിക്കുകയും ചെയ്യുക. പിൽക്കാലത്ത് ഖുറൈശികളുടെ പൗരോഹിത്യ മേധാവിത്വം സ്ഥാപിതമായതോടെ അവർ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ ഹറമിന്റെ ആളുകളാണ്. സാധാരണ അറബികളെപ്പോലെ ഹറമിൽ നിന്ന് പുറത്തു കടന്ന് അറഫയിൽ പോകുന്നത് ഞങ്ങളുടെ സ്ഥാനത്തിന് യോജിച്ചതല്ല. അങ്ങനെ മുസ്ദലിഫ വരെ പോയി മടങ്ങുന്നത് അവർ ഒരു പ്രത്യേക അവകാശമായി സ്വീകരിച്ചു. മറ്റു ജനങ്ങളെ അറഫയിൽ വരെ പോകാൻ വിടുകയും ചെയ്തു. പിന്നീട് ഈ അവകാശം ബനു ഖുസാഅ, ബനു കിനാന എന്നീ ഗോത്രങ്ങൾക്കും ഖുറൈശികളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട ഇതര ഗോത്രങ്ങൾക്കും ലഭിച്ചു. അറഫയിലേക്ക് പോകുന്നത് അവരും നിർത്തലാക്കി. ദുരഭിമാനമാകുന്ന ഈ വിഗ്രഹത്തെയാണ് ഇവിടെ തകർക്കുന്നത്. ഈ ഖുർആൻ വാക്യം ഖുറൈശികളെയും അവരുടെ ബന്ധുക്കളെയും സഖ്യഗോത്രങ്ങളെയും പ്രത്യേകം സംബോധന ചെയ്യുന്നു. അതോടൊപ്പം ഭാവിയിൽ ഇത്തരം വിവേചനങ്ങൾ സ്വീകരിക്കുന്ന ജനങ്ങളെ പൊതുവായും അത് സംബോധന ചെയ്യുന്നു. അവരോടെല്ലാം അത് കൽപ്പിക്കുന്നു, എല്ലാ ജനങ്ങളും പോകുന്നിടത്തോളം അവരോടൊപ്പം നിങ്ങളും പോവുക. അവരൊന്നിച്ച് നിങ്ങളും താമസിക്കുക. അവരൊന്നിച്ചു തന്നെ നിങ്ങളും മടങ്ങുക. മൂഢമായ അഹങ്കാരം കാരണം ഇബ്രാഹിം നബിയുടെ ചര്യയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചു പോന്നതിന് അള്ളാഹുവോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുക. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. നിങ്ങൾ ഹജ്ജ് ചടങ്ങുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പണ്ട് നിങ്ങളുടെ പൂർവ്വപിതാക്കളെ സ്മരിച്ചിരുന്ന പോലെ ഇനി അള്ളാഹുവിനെ സ്മരിക്കുവിൻ, അല്ല അതിലുപരി സ്മരിക്കുവിൻ. എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ ചിലർ ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ എല്ലാം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയുള്ളവന് പരലോകത്തിൽ ഒരു വിഹിതവുമില്ല. ഹജ്ജിൽ നിന്ന് വിരമിച്ച ശേഷം അറബികൾ മിനായിൽ യോഗങ്ങൾ ചേരുക പതിവായിരുന്നു. അവിടെ ഓരോ ഗോത്രവും അഭിമാനത്തോടെ തങ്ങളുടെ പിതാക്കളുടെ വീരഗാഥകൾ ആലപിക്കുകയും മഹത്വങ്ങൾ എണ്ണിപ്പറയുകയും ചെയ്തിരുന്നു. അത്തരം മൂഢമായ സമ്പ്രദായങ്ങൾ വർജിക്കുക. മുമ്പ് നിരർത്ഥകവും നിഷിദ്ധവുമായ കാര്യങ്ങളിൽ ദുർവ്യയം ചെയ്തിരുന്ന സമയം ഇനി അള്ളാഹുവെ സ്മരിക്കുന്നതിലും അവന്റെ നാമം പ്രകീർത്തിക്കുന്നതിലും വിനിയോഗിക്കുക. وَأَتِمُّوا الْحَجَّ وَالْعُمْرَةَ لِلَّهِ فَإِنْ أُحْصِرْتُمْ فَمَا اسْتَيْسَرَ مِنَ الْهَدْيِ